നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഷാനിക്ക ഫ്രഷ് അല്ല, ഞാനും പിന്നെ ഫ്രഷ് ആയിട്ട് കുഴപ്പമില്ല, നമുക്ക് ശീലമായി പോയില്ല. ശരത് സർ നമസ്തേ. ഓക്കെ ചേച്ചി, ഇത് പല്ലിയോ? ബാഹുബലിയിലെ ശിവകാമിനെ പോലെ ഉണ്ടല്ലേ? ഓ ചേച്ചി, ചേച്ചിക്ക് വേണ്ടി പാട്ടൊക്കെയാണ്. ഇത്രയും നല്ല ഭംഗിയിലൊക്കെ ഒരുങ്ങി വന്നോണ്ട് നമുക്കൊരു ഡയലോഗ് ചേച്ചി പ്ലീസ്. തീർച്ചയായും. ഇതാ കട്ടപ്പ സൈഡിലുണ്ട്. അയ്യോ കട്ടപ്പ ഇരിക്കുന്നു. യെസ്, അത് കുട്ടപ്പൻ. തൊണ്ട ശരിയാക്കിയോ ചേച്ചി? ശരിക്കും കണ്ടോ ക്യാരക്ടറായി? ഞാൻ തൊണ്ട ശരിയാക്കിയോ? അമരേന്ദ്ര ബാഹുബലി മരണപ്പെട്ടു. ഭയങ്കര സന്തോഷം. മരണപ്പെട്ടത് പൊട്ടിച്ചിരിക്കുന്നു. ചേച്ചി പക്ഷെ ക്യാരക്ടർ ഉണ്ടായിരുന്നു, ആ ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ പോയി. അമരേന്ദ്ര ബാഹുബലി മരണപ്പെട്ടു. ഇനി നിങ്ങളുടെ പുതിയ മഹാരാജാവ് മഹേന്ദ്ര ബാഹുബലി. സൂപ്പറാ, നൈസ്. ചേച്ചി എന്റെ പൊന്നെ, എന്റെ പ്രൊഡക്ടേഴ്സ് ഫിലിംസ് ഒന്നും അല്ലാതായി. എന്റെ ബാനറൊക്കെ വലിച്ചു കീറും. എന്റെ പ്രൊഡക്ടേഴ്സ് ഫിലിംസിന്റെ ബാനറൊക്കെ പോയി. ഇതാണ് അഭിനയം. ചേച്ചിക്ക് ഒരു വലിയ കൈയടി ഒന്നുകൂടെ കൊടുക്കാം നമുക്ക്. അത്രയ്ക്ക് നന്നായോ? ഇന്നത്തെ എപ്പിസോഡ് ഫുൾ ഭയങ്കര ആ ഒരു പവർഫുൾ എനർജിയിൽ നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ വരാൻ പോകുന്ന കണ്ടസ്റ്റന്റ് ഒരുപാട് രാജ്യത്ത് പോയിട്ടുണ്ട് പ്രോഗ്രാമിനായിട്ട്. അപ്പൊ അത്യാവശ്യം ഷോസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം വൈഷ്ണവ്. ഇതാണ് നമ്മുടെ വൈഷ്ണവ്. ആൽമരം എന്ന് പറഞ്ഞ ബാൻഡില് ഒരാളാണ് വൈഷ്ണവ്. വൈഷ്ണവിന് സ്പോർട്സ് സെലക്ഷൻ കിട്ടിയതല്ലേ? അതെ. വൈഷ്ണവ് അങ്ങ് ഇമോഷണൽ ആയി പോയി അല്ലേ സെലക്ഷൻ ആ ഒരു പ്രോസസ് കഴിഞ്ഞപ്പോഴേക്കും? എന്ത് പറ്റി വൈഷ്ണവ്? അതെന്താ വെച്ചാല് എൻ്റെ ഗുരുനാഥന്മാരെയും അച്ഛനെയും അമ്മേനെയും എല്ലാവരും ആലോചിച്ചപ്പോ, ആ വന്ന വഴിയൊക്കെ ആലോചിച്ചപ്പോ കുറച്ചൊന്ന് സങ്കടമായി പോയി. റിയാലിറ്റി ഷോയിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഭയങ്കര ആഗ്രഹം, ആദ്യമായിട്ടാണ് ലൈഫിൽ ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പൊ തകർക്കും. വൈഷ്ണവിന് പാട്ടിനോടുള്ള ഇഷ്ടമൊക്കെ എങ്ങനെയാ? ചെറുപ്പം മുതൽ 5ാം ക്ലാസ് മുതൽ തന്നെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ ചെറുതായിട്ട് എഴുതുമല്ലേ? എഴുതും. അപ്പം എഴുതിയിട്ട് കമ്പോസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ലളിതഗാനം എന്തെങ്കിലും കമ്പോസ് ചെയ്തിട്ടുണ്ടോ? കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ലളിതഗാനം കമ്പോസ് ചെയ്തായിരുന്നു. അപ്പോൾ അത് ആഗ്രഹത്തോടു കൂടി ചെയ്തതാണ്. അന്ന് ആ ഒരു ലളിതഗാനം തരാനുണ്ടായിരുന്നില്ല. കുറേ പേരോട് ചോദിച്ചു. അവസാനം എനിക്ക് തന്നെ കമ്പോസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇന്റർസോണിലും എസോണിലും ആ കമ്പോസ് ചെയ്ത ലളിതഗാനം കൊണ്ട് പാടി അവിടെ ഫസ്റ്റ് പ്രൈസ്. ആരും തന്നില്ല, ഞാൻ തന്നെ എഴുതി പാടി, ഞാൻ ഫസ്റ്റ്. നമുക്കൊരു 4 ലൈൻ കേട്ടാൽ ഉറപ്പായിട്ടും. ദിനകര കരങ്ങൾ ഒരു നറുമലരിനു പ്രണയാർദ്രമായൊരു മാല തീർക്കേ ഏതോ രതിരമ്യ വേണുഗാനാൽ നീലവസനങ്ങളഴിഞ്ഞു വീഴ്കേ ഏതോ രതിരമ്യ വേണുഗാനാൽ നീലവസനങ്ങളഴിഞ്ഞു വീഴ്കേ. ഇത് എഴുതിയതാരാ? ഇത് എഴുതിയത് പാലക്കാട് ചെമ്പൈ മ്യൂസിക് കോളേജിൽ പഠിപ്പിക്കുന്ന സംസ്കൃതം സാറാണ്.
വി ഗിരി. ശരി. ആഹാ, നൈസ് nice, നൈസ്. nice. അപ്പൊ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ഇന്ന് മഴയെ തൂമഴയെ. ഓക്കെ, ഓ, അപ്പൊ nice. കേൾക്കാം. അപ്പൊ ആൽമരം ബാൻഡ് ദേ നിങ്ങളുടെ ടീമിലെ ഒരാളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോ നിങ്ങളെ റെപ്രസെന്റ് ചെയ്ത് കൂടെയാണല്ലേ വൈഷ്ണവ്, അല്ലേ? നിങ്ങളുടെ ടീമിനും കൂടെ വേണ്ടിയിട്ടാണ്. അതെ. അപ്പൊ നമുക്ക് എന്തായാലും വൈഷ്ണവിന്റെ പാട്ട് കേൾക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വൈഷ്ണവ്, ആദ്യം തന്നെ പറയാം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പാടി തുടങ്ങിയത് കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. താങ്ക് യു. പിന്നെ സ്വാഭാവികം, നമുക്ക് ഇടയ്ക്ക് സംഭവിക്കുന്നതാണ്, അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറ്റിയത് നിനക്ക്? എന്താ പറ്റി പെട്ടെന്ന് ഒന്ന് സ്റ്റെക്കായി പോയി. ആ കൈ ഇങ്ങനെ That's okay. അങ്ങനെ ആക്കിയപ്പോഴാണ് ആക്കിയപ്പോഴാ stuck. ഞാനും ശ്രദ്ധിച്ചു. ചേച്ചി Come on, കണ്ടുപിടിച്ചല്ലോ. പാറു. ഞാൻ നമുക്ക് സീക്രട്സ് അറിഞ്ഞിരിക്കണം. Yeah. ആ കൈ ഇങ്ങനെ നോക്കി അതെ, ക്യാമറയിലേക്ക് അപ്പോഴാണ് അവന്റെ കയ്യിൽ കൈന്ന് പോയി. എന്ത് പറ്റി വൈഷ്ണവേ? അത് ഉൾക്കൊണ്ടു, അത്ര തന്നെ. ആളെ ഓർത്തു. അതെ, ആളെ ഓർത്തു, അതന്നെ സംഭവം. പെട്ടെന്ന് വേറെ ലോകത്തെത്തി. പറയോ ഞങ്ങളോട്? എന്താ വെച്ചാല് ഇപ്പം ഇങ്ങനൊരു വേദിയിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു പാട്ട് ചൂസ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു. ഉം. അപ്പോൾ കുറേ ആൾക്കാർ മുന്നിൽ ഇത് പാടിയിട്ടുണ്ട്, അതായത് ഫ്രണ്ട്സിൻ്റെ മുന്നിൽ കേട്ടോ. അപ്പോൾ ഈ പാട്ട് ഇഷ്ടപ്പെട്ട് എന്നെ ഇഷ്ടപ്പെട്ട ഒരു ആളുണ്ടായിരുന്നു ഓഹോഹോ. എൻ്റെ ലൈഫിൽ. ആ. പക്ഷെ എന്താന്ന് പറയാ, ഇപ്പോൾ ചില കാരണത്താൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഓ. അതായത് വിട്ടു പോവാന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. അങ്ങനെ അപ്പം എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും ആഗ്രഹിച്ച പോലെ തന്നെ ഇയാളും ആഗ്രഹിച്ചിരുന്നു ഇതുപോലൊരു വേദിയിൽ വന്ന് ഒന്ന് പാടണേ, അങ്ങനെയൊക്കെ പിന്നെ റിയാലിറ്റി ഷോയിൽ വന്ന് പാടണേ ഒക്കെ കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ, okay. അങ്ങനെ അപ്പോൾ ഈ പാട്ട് പാടിയപ്പോൾ എനിക്ക് ആളെ തന്നെയാണ് ആദ്യം ഓർമ്മ വന്നത്. മനസ്സിൽ വന്നത്. ആളിപ്പോ എവിടെ ഉണ്ട്? എന്തെങ്കിലും ഐഡിയ? നിങ്ങൾ കോണ്ടാക്ട് ഉണ്ടോ? ഇല്ലല്ല, ഞാനിപ്പം ഇപ്പോൾ 1 വർഷത്തോളമായി കോണ്ടാക്ട് ചെയ്തിട്ട്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പറയണമെന്നുണ്ട്. ഞാനിങ്ങനെ പാടിയിട്ടുണ്ട്, എനിക്കിങ്ങനെ കിട്ടിയെന്നൊക്കെ വിളിച്ചൊന്ന് പറയണമെന്നുണ്ട്. വിളിച്ചെന്തിനാ പറയുന്നത്? ഇത് അവിടെ നോക്കി പറഞ്ഞോ. അയാള് തിരിച്ച് ജീവിതത്തിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ. എന്നാ ധൈര്യമായിട്ട് പറ, അങ്ങ് പറ. അങ്ങ് പറഞ്ഞോ. അപ്പം ഞാനിപ്പോൾ ദാ ഇവിടെ എത്തി നിൽക്കുകയാണ്. ആഗ്രഹിച്ച പോലെ തന്നെ ഒരു റിയാലിറ്റി ഷോയിൽ വന്ന് പാടി. ആ പാട്ട് പാടി വീണ്ടും, അതായത് വീണ്ടും പഴയ തൂമഴയെ പാടി. തനിക്ക് വേണ്ടി പാടി. ചോ, അതിലേക്ക് പറ. റൊമാൻറ്റിക് ക്ലാസ്. കുട്ടി ഫീൽ ചെയ്ത് തിരിച്ചു വരണ്ടേ? കുട്ടി തിരിച്ചു വരട്ടെ. അപ്പം തിരിച്ച് വരുന്നുള്ള പ്രതീക്ഷ. യെസ്, വന്നിരിക്കും ആ കുട്ടി. അല്ല, ലിറിക്ക് മറന്നു പോയതോ പോയി, നീയെങ്കിലും വന്നൂടെ? അങ്ങനെ ചോദിക്കും. അത് കാലം പോട്ടെ, നമുക്കെല്ലാം പോസിറ്റീവായിട്ട് എടുക്കാം. അല്ല, ഒരു സ്നേഹമൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികം, അതിലൊന്നും ഒരു തെറ്റില്ല കേട്ടോ. അല്ല, പക്ഷേ നിങ്ങൾ നമുക്ക് എത്ര വർഷം ഉണ്ടായിരുന്നു? ഒരു 8 വർഷം. ഒരു 8 വർഷം. അപ്പൊ എത്ര വയസ്സുണ്ട് ഇപ്പോ? ഇപ്പോൾ 28. അമ്മേ, അപ്പൊ 20ാമത്തെ വയസ്സിൽ 8 വർഷം ഇറ്റ്സ് ഹ്യൂജ് അല്ലേ? വെരി ഹ്യൂജ്. വെരി ഹ്യൂജ്. അപ്പോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ദാ ആഗ്രഹിച്ച പോലെ നമ്മുടെ വൈഷ്ണവി വേദിയിൽ ഈ പാട്ട് പാടിയിരിക്കുകയാണ്. തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ. എനിക്കിപ്പോ ഇത്രേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി പാട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം. ചെയ്യാം. ശരത് സാർ. വൈഷ്ണവ്, എന്തോ നല്ല മനോഹരമായിട്ടുള്ള പാട്ട്, നല്ല പാട്ട്, നല്ല സുഖമുള്ള ഒരു പാട്ട്. ഇത് ആരാന്നൊക്കെ പറഞ്ഞു? ഇത് കമ്പോസ് ചെയ്തത് M ജയചന്ദ്രൻ സാറാണ്. പാടിയിരിക്കുന്നത് ഹരിചരൺ സാറും പിന്നെ മൃദുല വാര്യമാണ് പാടിയത്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് സന്തോഷ് വർമ്മ സാറാണ്. ഫിലിം പട്ടം പോലെ ദുൽഖർ സാറാണ് അഭിനയിച്ചത്. അപ്പം ചക്കര നന്നായിട്ട് പാടി. നീ നന്നായിട്ട് വളരെ എന്താ പറയുക, സോൾഫുള്ളായിട്ട് പാടി. ആ കൂടെ ഒരു ആലാ പാടി. ആരാണ് അത്? ഗൗരി നന്നായിട്ട് പാടി. ഗൗരി അടിപൊളിയായിരുന്നു കേട്ടോ. ഗൗരി വെരി നൈസ്, മനോഹരമായിട്ട് പാടി. അത് പിന്നെ ഈ വരി മറന്നു പോകാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും. അല്ല, അത് അവന് വരി മറന്ന സമയത്ത് ഷീ വാസ് ഹെൽപ്പിംഗ്. അത് ഫുള്ള് പാടിക്കൊണ്ടിരിക്കും. എല്ലാരും ഹെൽപ്പ് ചെയ്തിട്ടോ ഷാനിക്ക? എല്ലാരും ഒന്നിച്ച് പാടുമായിരുന്നു. എന്നിട്ടും ഇവൻ പാടിയില്ല. ഗ്രേറ്റ്.
അല്ല അതാവും എനിക്കൊന്ന് അല്ല ഞാനൊരു ഉള്ളിലെ വികാരം ആ മറ്റേ ചരണം പോയതോ പോയി. ഈ പല്ലവിക്ക് എന്താണ് പറ്റിയത്? അതും അങ്ങ് പോയോ? ഇല്ലല്ല, പിന്നെ മൊത്തം അങ്ങ് പോയി. പിന്നെ മനസ്സങ്ങനെ ഇതായി. വല്ലാത്തൊരു മനസ്സായി പോയി. എന്നെക്കാളും നല്ല എന്താ പറയണ്ടത്, നല്ലൊരു പാട്ടുകാരനാണ് വൈഷ്ണവ്. ഒരു സോൾഫുള്ളായിട്ട് പാടാൻ കഴിയുന്നുണ്ട്, അത് വലിയ കാര്യമാണ്. ഇതിങ്ങനെ തന്നെ പോട്ടെ കേട്ടോ. എല്ലാം വരും, എല്ലാം നടക്കേണ്ടതൊക്കെ നടക്കും. അതിനൊന്നും വിഷമിച്ചിരിക്കണ്ട. നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വരും, എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞാലും. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ മുമ്പോട്ട് പോവാം, എല്ലാം നന്മയുണ്ടാകും. ഓക്കെ, താങ്ക് യു ശരത് സർ. ഷാനിക്ക. വൈഷ്ണവ്, ഷാനിക്ക നീ ഭയങ്കര സോൾഫുൾ ആയിട്ടാണ് പാടിയത് കേട്ടോ. അത് ശരിക്കും അത് ഉള്ളു തട്ടിയിട്ട് പാടുന്ന ഒരു പാട്ട് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്ത്. താങ്ക് യു. അപ്പം അതിപ്പം പാട്ടാണെങ്കിലും സംസാരമാണെങ്കിലും ചില സമയത്ത് ഇടറും നമുക്ക് ചില പോയിന്റിൽ. അത് ഡിപ്പെൻസ് ഓൺ ദി ഇമോഷൻ. അതുപോലെ ഒന്ന് ഇടറി, അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, ഇനി ഇടറിയാൽ പണി പാടും, ഒന്നായിട്ട് ഇടറും. ഇപ്പൊ പാടിയത് അടിപൊളിയായിരുന്നു. താങ്ക് യു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചേച്ചി. വൈഷ്ണവ് ചേച്ചി. വൈഷ്ണവ് സുന്ദരമായിട്ട് പാടി. താങ്ക് യു. നല്ല ഒന്നാമത് പാട്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഒരു പ്രണയം ആർക്കായാലും ഒന്ന് തോന്നിപ്പോകുന്ന ഒരു പാട്ടാണ്. അത് പറയേണ്ട കാര്യമില്ല, ഉള്ളിൽ അത് ഇങ്ങനെ വെമ്പി നിൽക്കുകയാണ് ആ പ്രണയം. അതുകൊണ്ട് അതിന് കൂടുതൽ ഒരു എക്സ്ട്രാ ഒരു മാറ്റ് കൂടി, ഒരു ഫീല് അസാധ്യമായിരുന്നു. ആ മറന്നുപോയ വരി ഒന്ന് പാടുവോ? അതൊന്ന് കേൾക്കാൻ. പാടാം. ആ കുട്ടി കാതോർത്തിരിക്കുന്നുണ്ടാവും. ചേച്ചി കറക്റ്റ് ക്യാച്ച് ചെയ്തല്ലേ? അതല്ലേ, എവിടെയാണ് ആ കുട്ടിയുടെ പേരൊന്നും? ആ കുട്ടിയുടെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ആ കുട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ പാട്ടുകാരൻ, സൂപ്പർ സ്റ്റാറിന്റെ വൈഷ്ണവ് ഇങ്ങനെ പേരും വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക. പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തൊരു ഫീലാണ്. കുട്ടി വരട്ടെ. ഒരു പക്ഷെ ഈ സൂപ്പർ സ്റ്റാറിന്റെ ഈ യാത്രയിൽ ചിലപ്പോ ആ കുട്ടി വന്നാലോ, നമുക്ക് പറയാൻ പറ്റില്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും സംഗീതത്തിന് എല്ലാവരും ഒന്നിപ്പിക്കാൻ പറ്റും, അതിന് ശക്തിയുണ്ട്. ഈ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ ഒരു പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചാലോ, നമുക്ക് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു. ഓക്കെ വൈഷ്ണവ്, ഇനി മാർക്ക് വേണം. ടെക്നിക്കലി ലിറിക്സ് മറന്നു എന്നുള്ളതൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം 7.8. താങ്ക് യു മാം. ശരത് സർ 7.8 മാർക്സ്. ഓക്കെ, താങ്ക് യു ശരത് സർ. ഷാനിക്ക 7.7. ഓക്കെ, സോ ടോട്ടൽ 23.3. താങ്ക് യു. നീ മറന്നത് കൊണ്ട്, അല്ലെങ്കിൽ നീ എത്ര മാർക്ക് വാങ്ങിച്ച് ഇവിടെ നിന്ന് പോണ്ടേന്നറിയോ? സാരില്ല, കുഴപ്പമില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അടുത്തതൊരു സുന്ദരി കുട്ടി വരാൻ പോവാണ്, അങ്ങ് തൃശ്ശൂർന്ന്. ഓക്കെ, വിളിക്കട്ടെ, ആ സുന്ദരി കുട്ടി അശ്വതി കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം അശ്വതി. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ചേച്ചിക്ക് എന്ത് വിശേഷം? എനിക്ക് സുഖം. ആരെങ്കിലും എന്റെ സുഖവിവരമൊക്കെ ചോദിച്ചിട്ടാ? സത്യം. സുഖമല്ല കേട്ടോ, സുഖം. കാരണം നമുക്കാർക്കും നിന്നെ വിലയില്ലല്ലോ. അതാ കണ്ടാ, അത് കൊച്ചിനോട് ചോദിച്ചു. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോ അവരും മൈൻഡ് ചെയ്യില്ല. ഇല്ലേ, മൈൻഡ് ഇല്ലേ? ആ കണ്ടാ, ഓൾറെഡി സെറ്റ് ആക്കി ഞാൻ പിള്ളേരൊക്കെ. തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പൊ എവിടുന്നാണ് അശ്വതി അച്ചു? ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. അശ്വതീനെ അച്ചു എന്നാണോ വിളിക്കുന്നത്? അല്ല, ഫ്രണ്ട്സ് മാത്രം അച്ചു എന്ന് വിളിക്കുള്ളൂ. ഞങ്ങളെ വീട്ടിൽ എന്ത് വിളിക്കും? വീട്ടില് ചിന്നു. 7-8-10 പേരൊന്നും പറ്റത്തില്ല. ഒരു 1-2 ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ അച്ചു എന്ന് വിളിച്ചോട്ടെ. അച്ചു. അപ്പൊ ഓക്കെ, അപ്പൊ അച്ചു എന്താണ് അച്ചു ചെയ്യുന്നേ? ഞാനിപ്പോ PG കംപ്ലീറ്റ് ആയി. ഓ നോ, Really? ഞാൻ വിചാരിച്ചു 4ാം ക്ലാസ് എങ്ങാണ്ടാണ് കണ്ടപ്പോ. ഓക്കെ, ഏതായിരുന്നു എടുത്തേ? മ്യൂസിക് തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ. ഏത് പാട്ടാ ഇന്ന് പാടാൻ പോകുന്നേ? ഞാൻ കുന്നിമണി ചെപ്പ് തുറന്നു, അതാണ് പാടുന്നത്. ഇപ്പൊ ഒരു ക്യൂട്ട് സോങ് കേൾക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. പാട്ടേക്കാം അല്ലേ? Yes. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം, പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി, കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം, കാത്തു നിന്ന തോഴൻ എന്നെ ഓർത്തു പാടും പോലെ.
ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുള തൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. ആറ്റിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി പൂത്തിറങ്ങി പൊൻവേലിൻ കുങ്കുമപ്പൂനീളെ. ആറ്റിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി പൂത്തിറങ്ങി പൊൻവേലിൻ കുങ്കുമപ്പൂനീളെ. ആവണി തൻ തേരിൽ നീ വരാഞ്ഞതെന്തേന്നു, നീ വരാഞ്ഞതെന്തേ? കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുള തൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. ആരെയോർത്തു വേദനിപ്പും ചാരുചന്ദ്രലേഖ. ഒരിതൾ പൂ പോലെ നേർത്തു നേർത്തു പോവതെന്തേ? ആരെയോർത്തു വേദനിപ്പൂ ചാരുചന്ദ്രലേഖ. ഒരിതൾ പൂ പോലെ നേർത്തു നേർത്തു പോവതെന്തേ? എങ്കിലും നീ വീണ്ടും പൊൻകുടമായി നാളെ മുഴുതിങ്കളാകും നാളെ. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുള തൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. ബ്യൂട്ടിഫുൾ. കുട്ടി ഭയങ്കര ക്യൂട്ടായിട്ട് പാടിയല്ലേ? ഭയങ്കര ക്യൂട്ട് സോങ്, ഭയങ്കര ക്യൂട്ടായിട്ട് പാടി. സൂപ്പർ. റിയാലിറ്റി ഷോയില് കിട്ടി, സെലക്ഷൻ കിട്ടി എന്നൊക്കെ അറിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അച്ഛനാണ്. അച്ഛൻ, അതായത് ഫാമിലി എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ്. പക്ഷെ അച്ഛന് വളരെയധികം സന്തോഷമായി സെലക്ഷൻ കിട്ടി. അച്ഛൻ തന്നെയാണ് എല്ലാ പ്രോഗ്രാമിനും കൊണ്ടുവരിക. അതായത് എല്ലായിടത്തേക്കും അച്ഛൻ തന്നെയാണ് വരിക. അതിലുപരി ഏറ്റവും കൂടുതൽ അച്ചാച്ചനായിരുന്നു. പക്ഷെ അച്ചാച്ചൻ ഇപ്പൊ ഇല്ല. അച്ഛൻ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദർ. അച്ഛൻ്റെ അച്ഛൻ. ആള് 6 മാസം മുന്നേ പോയതാണ്. അപ്പോൾ ഞാനൊരു റിയാലിറ്റി ഷോയിൽ അല്ലെങ്കിൽ ഒന്ന് എല്ലാവരും അറിയുന്ന രീതിക്ക് TV-യിലൂടെ കാണണം എന്നൊക്കെ അച്ചാച്ചന് വളരെയധികം ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിലൊരു സങ്കടമുണ്ട്. അതിന്നും
സങ്കടമായിട്ട് തന്നെ ഉണ്ടായിരിക്കും. കുറച്ച് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ, കുറച്ച് അച്ചാച്ചുള്ള സമയത്തും കൂടിയും ആയിരുന്നെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറെ ഞാൻ ആലോചിക്കലുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അച്ചാച്ചൻ ഇപ്പൊ അവിടെ ഇരുന്ന് കാണുന്നുണ്ടാവും. ഉറപ്പായിട്ടും അല്ലേ? ഉറപ്പായിട്ട് ഇതൊക്കെ കണ്ട് അച്ചാച്ചൻ സന്തോഷിക്കുന്നുണ്ടാവും. അച്ചാച്ചൻ ഇവിടെ തന്നെ കാണും. അതെ. അവിടെ ഇരിക്കുന്ന എന്തിനാ ഇവിടെ തന്നെ ഉണ്ടാവും. അത് എനിക്കൊന്ന് ഇവിടെ മേലെന്നല്ല തന്നെ ഉണ്ട്. മേലെന്നല്ല ഇവിടുന്നൊക്കെ തന്നെ കാണുന്നുണ്ടാവും. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ടാലോ അച്ചാച്ചനെ ഒന്ന്? അതാണ് നമ്മുടെ അച്ചുക്കുട്ടിയുടെ അച്ചാച്ചൻ. സന്തോഷമായോ അച്ചു? വളരെ സന്തോഷമായി. ദേ ഇപ്പൊ നമ്മുടെ ഫ്ലോറിലും വന്നു ആ ഒരു പ്രസൻസ് അല്ലേ? ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? അതെ, അച്ചാച്ചൻ ഇന്നും എന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതെ, നല്ല മാർക്കൊന്നും കൊടുത്തില്ലെങ്കിൽ സൂക്ഷിച്ചു കേട്ടോ. അതാ ഞാൻ പേടിച്ചായി. പുറകിൽ നിന്ന് തൊഴിയായിരിക്കും. അച്ചാച്ചന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ട് കേട്ടാ അച്ചുവിന്റെ പുറകില്. എനിക്കിപ്പോ ചെറിയൊരു പേടി. ഓക്കെ, അച്ചാച്ചനായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ കമ്പനി. അച്ചാച്ചനായിട്ടെന്ന് പറഞ്ഞാൽ അച്ചാച്ചൻ ഞങ്ങളുടെ അനുസരിച്ച് അതായത് കളിക്കുകയാണെങ്കിൽ കളിക്കായിട്ട് അങ്ങനെ കളിച്ച് നിൽക്കും ഞങ്ങളുടെ കൂടെ. എപ്പോഴും മോളെ മോളെ എനിക്കൊരു പാട്ട് പാടിത്തായോ അങ്ങനെയൊക്കെ എന്നോട് പറയാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പാടി. അത് ഇന്ന പാട്ടെന്നൊന്നുമില്ല, ഏത് പാട്ടായാലും അച്ചാച്ചന് ഇഷ്ടമാണ്. അച്ചാച്ചൻ പാടുവോ? ഇല്ല, ആസ്വദിക്കും, നന്നായി ആസ്വദിക്കും. വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്, എന്നും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇതെപ്പോഴും കണ്ടു. അതെ, അതെപ്പോഴും എപ്പോഴും നമുക്ക് അങ്ങനെയാ. നമ്മുടെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ എന്തായാലും ഉണ്ടാവും. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധത്തിൽ ഉള്ള ഒരു അടുപ്പം. അതിപ്പോ മോള് പറയുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യാം. അങ്ങനെ ഒരു നമ്മുടെ പാട്ടിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഇന്നിപ്പോ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ഉള്ള മനസ്സിലുള്ള വിഷമം. എന്തായാലും അച്ചാച്ചൻ സന്തോഷിക്കും. മോൾ ഇവിടെ എത്തിയല്ലോ. അതെ, വളരെ സന്തോഷിക്കും. എനിക്ക് അതാണ് വേണ്ടത്. ഇനി നമുക്ക് പാട്ട് എങ്ങനെയാണെന്ന് ചോദിക്കാം. ആരോട് ആദ്യം ചോദിക്കണ്ടേ? ശരത് സാറിനോട്. ഓക്കെ, ശരത് സാറിനാണ് അവസരം കിട്ടിയിരിക്കുന്നത്. അച്ചുവിന് എന്തോ ശരത് സാർ ആദ്യം പറയണം എന്നൊരു ആഗ്രഹം. ഗണപതിക്ക് തേങ്ങ അടിച്ചിട്ട് തുടങ്ങാൻ എന്നെ കണ്ട് ഗണപതിയായിട്ട് തോന്നി. ഒരിക്കലില്ല. എന്നാ വന്നൊരു തേങ്ങ അടിച്ചു. കുറെ സന്തോഷം മോളെ. എന്നെങ്കിലും മോടെ അച്ചച്ചൻ്റെ കാര്യമൊക്കെ കേട്ടതിൽ കുറെ സന്തോഷം. അപ്പോൾ മോള് പറഞ്ഞപ്പോൾ എനിക്ക് എന്നെ വിട്ടു പോയവരൊക്കെ ഞാനിങ്ങനെ ഓർത്തു. എൻ്റെ അച്ഛനും അമ്മയൊക്കെ മത്സരിച്ചങ്ങ് പോയി. ഒരാൾ പോയതിൻ്റെ തൊട്ട് പുറം ഞാനിത് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥയായി. അത് വല്ലാത്തൊരു വിഷമാവസ്ഥയാണ്. അമ്മയൊക്കെ ആയിരുന്നു എൻ്റെ സ്ട്രെങ്ത്. മോള് നന്നായിട്ട് പാടി. താങ്ക് യു സർ. നല്ല ക്യൂട്ടായിട്ടൊരു പാട്ട്, ചക്കുട് പാട്ട്. താങ്ക് യു സർ. ഇതിനി ആരാന്നൊക്കെ ഒന്ന് പറഞ്ഞ് എന്താണ് സംഭവിച്ചതെന്ന് അറിയട്ടെ. ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺസൺ മാഷാണ്. ലിറിക്സ് ONV സാറാണ്. പാടിയത് ചിത്ര ചേച്ചി. ചിത്ര അമ്മ. ചേച്ചി വിളിക്കരുത്, അമ്മേന്നെ വിളിക്കാം. ഇല്ല, ചേച്ചി എന്നെ പൊക്കി എടുത്തിട്ടിരിക്കും അവിടെ ചെല്ലും കേട്ടോ. അപ്പൊ നല്ല രസമുള്ള ഒരു ക്യൂട്ട് പാട്ട്. അപ്പൊ ഇതേ ഉള്ളടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. മഞ്ജരി ചേച്ചി. അച്ചുപ്പെണ്ണേ ആ മാം, നന്നായി പാടി. താങ്ക് യു മാം. നല്ല ക്യൂട്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ക്യൂട്ടായിട്ടുള്ള ഒരു സോങ് എടുത്തിട്ട് വരുന്നു എന്ന് പറഞ്ഞു പാറു. അതെ, ക്യൂട്ടായില്ലേ കേൾക്കാൻ? Yeah. നല്ല നല്ല ചുന്ദരിയായിരുന്നു. നല്ല നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്രയുടെ കൂടെ എങ്ങനെയുണ്ട് അനുഭവം? ഫസ്റ്റ് ടൈം അല്ലേ? അതെ അതെ, വളരെ നല്ല അനുഭവമാണ്. ഗ്രൂമിങ്ങിനായാലും നല്ല സപ്പോർട്ടീവാണ്. മനോഹരമായിരുന്നു അവർ വായിച്ചത്. ഫാന്റാസ്റ്റിക്. ഞാൻ എൻജോയ് ചെയ്തു ഈ ഒരു പെർഫോമൻസ്. കാരണം ആദ്യമായിട്ട് വന്ന മോൾ ഇതിന് മുന്നേ പാടിയിട്ടുണ്ടോ സ്റ്റേജില്? ഇല്ല, പാടിയിട്ടില്ല. ഇങ്ങനെ ഒരു ഫ്ലോറിൽ ഞാൻ ആദ്യമായിട്ട്. ആദ്യമായിട്ട് അങ്ങനെ വന്ന് പാടുമ്പോ ഉള്ളില് ഒരു എന്താ പറയാ, ഒരു അമച്വർ ഫീലിംഗ് ഉള്ളിൽ ഉണ്ടാവും. എന്നാലും നന്നായി പാടി. നമുക്ക് ആ ആദ്യത്തെ ഒരു ഘട്ടമായതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു പരിഗണനയുണ്ട് ഇപ്രാവശ്യം. തീർച്ചയായിട്ടും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഷാനിക. അശ്വതി അച്ചു, എനിക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ ഈ പൊന്മുട്ട ഇടുന്ന താറാവ് എന്ന് പറഞ്ഞ സിനിമയില് വേറൊരു പാട്ടുണ്ട്. പിന്നെ തീയിലൊരുക്കി തൃത്തകേടാക്കി എന്ന് പറയും. അതാണ് ഞാൻ ഫസ്റ്റ് ടൈം സ്റ്റേജിൽ പാടുന്ന ഒരു പാട്ട്. ഒന്ന് പൊടിയാടും. അത് ഇന്ത്യൻ ഹൈസ്കൂൾ റാസൽ കെമിയിൽ
പഠിക്കുന്ന സമയത്ത്. വിദേശം വലിയ വീട്ടിൽ മാത്രമേ പാടുള്ളൂ. ഇവിടെ കൊണ്ടൊന്ന് പാടുത്താ പ്ലീസ്. വലിയ വീടോ? വീടെന്താ, വിദേശത്തെ സ്കൂളാണ് ഇത്? സ്കൂളാ അത്. അതാ സിനിമയുടെ ഡയലോഗ്. വലിയ വീടൊന്നും എപ്പോഴും ആയിരുന്നില്ല. നടി തന്നെയാണല്ലേ? ഓക്കെ. സി അച്ചു, നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ എഗൈൻ എല്ലാവരോടും പറയുന്ന പോലെ തന്നെ ഈ ഒരു ഹോൾ തിങ് നിങ്ങൾക്ക് ന്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നോ? ചെറുതായിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടായിരുന്നു, വലുതായിട്ടുണ്ടായിരുന്നു. അതാണ്. അപ്പം ആ സംഭവങ്ങളൊക്കെ ഒന്ന് യുവർ ഓൺലി 22 അല്ലേ? അതെ. അച്ചു, ഇത്രേ ഉള്ളൂ. പാട്ട് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നതെന്നുള്ളത് മാത്രമല്ല, പാട്ട് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോൾ ഒരു സിംഗറെ വിളിച്ചിട്ട് നമ്മൾ പാട്ട് കൊടുക്കുമ്പോൾ ആദ്യം പറയും ഓക്കെ ഇതാണ് സിറ്റുവേഷൻ. വെറുതെ ഇങ്ങനെ നായകൻ അവിടുന്ന് വരുന്നു, നായിക ഇവിടുന്ന് വരുന്നു, നടുക്കൊരു പശുവുണ്ട്, ഇവിടെ ഒരു മരമുണ്ട് എന്നല്ല. നമ്മൾ കൃത്യമായിട്ട് എവിടെയാണ് ഈ പാട്ട് പ്ലേസ് ചെയ്യാൻ പോണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിംഗറെ ബൂത്തിൽ നമ്മൾ കേട്ടുള്ളൂ. കാരണം അവർക്കും ആ സാധനം ഇമാജിൻ ചെയ്തിട്ട് വേണം അവർക്ക് പാടാൻ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പറ്റുമെങ്കിൽ ഒരു പാട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അച്ഛന് തന്നെ അത് കൂടുതൽ ഇപ്പം പാടിയതിൻ്റെ കാളും കൂടുതൽ കുറച്ചുകൂടെ തരാൻ പറ്റും നമുക്ക്. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. അച്ചുകുട്ടി, ഇനി മാർക്ക് ചോദിക്കാം. ഓക്കേടാ. മഞ്ജരി ചേച്ചി ഇന്ന് 8 മാർക്സ്. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. അച്ചുമ്മ ആ സാർ. ഇന്ന് 7.9 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. അച്ചുമ്മ, ആ സാർ. ഞാൻ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് ഡിവോഴ്സ് ചെയ്തിട്ട് ഞാൻ മഞ്ജരിയോട് യോജിക്കുകയാണ്. ഓക്കെ. ഞാൻ രക്ഷപ്പെടും. അത് കുഴപ്പമില്ല. 8. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 23.9. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അടുത്ത പെർഫോമൻസ് ഒക്കെ അടിപൊളിയാക്കണം. ഓക്കേടാ. അടുത്തതായി സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ വേദിയിലേക്ക് ഒരു ചുണക്കുട്ടൻ വരാൻ പോകുന്നു. ആരാണത്? അവന്റെ പേരാണ് ഫാഹിസ്. വിളിക്കട്ടെ ഞാൻ? വിളിക്കൂ ഫാഹിസിനെ. ലെറ്റ്സ് വെൽക്കം ഫാഹിസ്. ഹായ് ഫാഹിസ്. ഹലോ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖായിട്ടിരിക്കുന്നു? സുഖായിരിക്കണം. എന്ത് തോന്നുന്നു? സൂപ്പർ സ്റ്റാർ സീനിയറിൽ സെലക്ഷൻ കിട്ടി, ഇതാ പാടാൻ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് പാട്ടല്ലേ? അടിപൊളിയാണ് മൊത്തത്തില്. പിന്നെ ഞാനൊരു നോർമലി ഒരു ഓഡീഷൻ തൊഴിലാളിയാണ് ഞാൻ. അതെന്തിട്ടാ അങ്ങനെ പറഞ്ഞേ? അതിങ്ങനെ കൊറേ ഓഡിഷൻ ഇങ്ങനെ പോവും. എല്ലാ കേൾക്കണ ഓഡിഷൻ കാണുന്ന ടിവിയിൽ കാണുന്നതും പോസ്റ്റർ കാണാനൊക്കെ പോവും. ഞാൻ ബേസിക്കലി പാട്ടൊന്നും അങ്ങനെ ക്ലാസിക്കലൊന്നും പഠിച്ചിട്ടില്ല. ഒറ്റക്ക് തന്നെയാണ് പഠിക്കലൊക്കെ. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് അങ്ങനെ സെലക്ഷൻ ഒന്നും കിട്ടാത്തത്. കുറെ അങ്ങനെ ഒറ്റക്ക് പഠിച്ചപ്പോ ഒരെണ്ണം സെലക്ട് ആയി. അതിൽ കുറച്ച് പോയി, ഫ്രണ്ടിലോട്ട് പോയി. പിന്നെ അതും കഴിഞ്ഞ് കുറെ 3-4 റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഫസ്റ്റ് ഒരു സിനിമാറ്റിക് പാട്ടുകളൊക്കെ പാടുന്ന ഫസ്റ്റത്തെ റിയാലിറ്റി ഷോ ആണ് നമ്മുടെ തട്ടി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഉമ്മ ഉണ്ട്, പിന്നെ എന്റെ താത്തണ്ട്, ഉപ്പുണ്ട്, പിന്നെ ഞാനുണ്ട്, പിന്നെ കല്യാണം വൈഫോ? വൈഫുണ്ട്, കൊച്ചില്ലേ? കൊച്ചുണ്ട്. ഫായസിന് എത്ര വയസ്സായി? പാറു, നീ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേ. അല്ല, ഫായസിന് എത്ര വയസ്സായി? എനിക്ക് 28 വയസ്സായി. 28. കൊച്ചിന് എത്ര വയസ്സായി? മോൾക്ക് 2 വയസ്സായി. 2 വയസ്സ്. വാ മനുഷ്യ, നമുക്ക് പോവാ അവിടെ. കല്യാണം കഴിച്ചു? ഞാൻ 23 വയസ്സുള്ള കല്യാണം കഴിച്ചു. ലവ് മാരേജ്? അതെ. ഓ, അടുത്ത സ്റ്റോറി. നമ്മൾ എന്തോരം സ്റ്റോറീസ് കേൾക്കും. പറയോ ഞങ്ങളോട് ആ ലവ് സ്റ്റോറി? പാട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞാ പോരെ? അത്രക്കുണ്ട്. നീണ്ട കഥയാണ്. അപ്പൊ പാട്ട് കഴിഞ്ഞിട്ടാ ഞാൻ ടെൻഷനിൽ നിൽക്കണോ? കൊറേ സംസാരിച്ച് അങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ട്. പാടിക്കോ. ഏതാ പാട്ട്? ചന്ദനമണി വാതിൽ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എവരിബഡി. ചന്ദനമണിവാതിൽ പാതിച്ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കേ ശൃംഗാര ചന്ദ്രിക
മനസ്സിൽ ചന്ദനമണിവാതിൽ പാതിച്ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ എന്നോടെന്തിനൊളിക്കുന്നു നീ സഖി എല്ലാം നമുക്കൊരു പോലെയല്ലേ എന്നോടെന്തിനൊളിക്കുന്നു നീ സഖി എല്ലാം നമുക്കൊരു പോലെയല്ലേ അന്ത്യയാമത്തിലെ മഞ്ഞേറ്റു പൂക്കുമീ സ്വർണ്ണമന്ദാരങ്ങൾ സാക്ഷിയല്ലേ ചന്ദനമണിവാതിൽ പാതിച്ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ നാണം പൂത്തുവിരിഞ്ഞ ലാവണ്യമേ യാമിനി കാമസുഗന്ധിയല്ലേ നാണം പൂത്തുവിരിഞ്ഞ ലാവണ്യമേ യാമിനി കാമസുഗന്ധിയല്ലേ മായാവിരലുകൾ തൊട്ടാൽ മലരുന്ന മാദകമൗനങ്ങൾ നമ്മളല്ലേ ചന്ദനമണിവാതിൽ പാതിച്ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ ചന്ദനമണിവാതിൽ പാതിച്ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ ബ്യൂട്ടിഫുൾ. ഫാഹിസ് ഓ എന്ത് തോന്നി? എങ്ങനെ പാടി? പ്രാക്ടീസ് ചെയ്ത പോലെ പാടാൻ പറ്റില്ല, ടെൻഷൻ്റെ ആവും. ടെൻഷൻ ഉണ്ടാ? ചെറുതായി ടെൻഷൻ ആയി പോയി ചേച്ചി. പറയ്, ആ ലവ് സ്റ്റോറി പറയ്. ഞാൻ ഡിഗ്രിക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി പഠിച്ചിരുന്നത് പട്ടാമ്പിയിലാണ്. അപ്പോൾ പ്ലസ് ടുവിൽ അത്ര നന്നായിട്ട് പഠിക്കാത്തതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ആട്ടി പറഞ്ഞയച്ചതാണ്.
പട്ടാമ്പിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അധികം ഇല്ലാത്ത യൂണീക്ക് ആയിട്ടുള്ള കോഴ്സാണ് BSc ജിയോളജി എന്ന് പറയും. അവിടെ പോയിട്ട് പഠിച്ചു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഇയർ ആണ് എൻ്റെ ജൂനിയറായിട്ട് എൻ്റെ ഇപ്പൊ നിലവിലുള്ള വൈഫ് വരുന്നത്. അപ്പോ നിലവിലുള്ള വൈഫ് അല്ല, അപ്പൊ ഇതിന് മുന്നേ അപ്പം ഇനി മാറാൻ ചാൻസ് ഉണ്ട്. അല്ല അന്ന് വൈഫല്ലല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. എന്റെ ഭാര്യ അത് മതി. എന്റെ ഭാര്യ വരുന്നത്. അങ്ങനെ ആദ്യം എനിക്കാണെങ്കിൽ ഞാൻ അധികം വരെയായിട്ട് അന്ന് സംസാരിച്ചിരുന്നില്ല. കൂടുതലും BSc ജിയോളജി കുറച്ച് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ്. എൻ്റെ അവിടുത്തെ ഹോസ്റ്റലിൽ തന്നെ ആയിരിക്കും. അപ്പൊ കൂടുതൽ കുറെ എഴുതാനൊക്കെ തരും. കുറെ പ്രാക്ടിക്കൽ ഉണ്ടാവും. പിന്നെ കല്ലും മണ്ണൊക്കെയാണ്. ഓരോന്ന് നമുക്ക് കുറെ സെഡിമെന്റ്സ് എഴുതാണ്ടാവും. കുറെ പരിപാടിയാണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് കമ്പനി ആയത് ഈ പെൺകുട്ടിയാണ്, പറഞ്ഞ പെൺകുട്ടി. അപ്പൊ അവളെന്നോട് പേര് പറയൂ. ഫാസില എന്നാണ് പേര്. ഫാസില ഫാഹിസ്. അങ്ങനെ അപ്പൊ കൊറേ സംസാരിക്കും ഞങ്ങള്. പിന്നെ ഞാൻ എന്റെ എന്താ പറയാ, എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് രാത്രി വിളിക്കും. രാത്രി 12 മണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ പുലർച്ചെ 5 മണിക്കൊക്കെ കോളിങ് തീരാ. ഇതെന്തൊരു ടെൻഷനാണ് നിനക്ക്? ഈ ആളുകൾ കൊള്ളയടിക്കാൻ നടക്കുന്ന സമയമാണ് രാത്രി 5 മണി വരെ. പിന്നല്ലാണ്ട് പേടിയാവുന്നു സമയം കേട്ട്. ടെൻഷൻ മാത്രല്ല, കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങളും പറയൂ. അത് മാത്രല്ല സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് വിളിക്കുക. അത് ആദ്യം 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കും. ബാക്കിയുള്ള 4-3 മണിക്കൂർ വേറെ എന്തെങ്കിലുമൊക്കെ ആവും. അങ്ങനെ അത് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഗുഡ്. അല്ല പ്രണയം ആവുമ്പോ അതങ്ങനൊക്കെ സംഭവിക്കും. എടാ, നമ്മൾ വേറൊരു കാര്യം ഞാൻ പറയാം. ഈ നിങ്ങളൊക്കെ പ്രേമിക്കുന്ന ആളുകളായതുകൊണ്ടാണ് നമ്മളിപ്പോ ഒരാളെ വിളിച്ച് സംസാരിച്ച്, നമുക്കൊരു പ്രണയമുള്ള ഒരാളുടെ അടുത്ത് സംസാരിച്ചാൽ നമ്മൾ ചിലപ്പോൾ 8 മണിക്കൂറൊക്കെ ആയിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കി എന്താ സംസാരിച്ചത്. ഒരു കാര്യവും കാണത്തില്ല, ഒരു ചക്കയും തേങ്ങയും മാങ്ങയും കാണത്തില്ല. എന്നാൽ അത്രയും സംസാരിച്ചിട്ടുണ്ടാവും. സ്വീറ്റ് നത്തിങ്സ് എന്ന് പറയും. അങ്ങനെ അത് പ്രണയബദ്ധരായിട്ടുള്ള ആളുകളുടെ ഇടയ്ക്ക് സംഭവിക്കുന്ന മണ്ടത്തരാണത്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എല്ലാരും സംസാരിക്കും. അത് പക്ഷേ ഈ അൺടൈമിൽ ആരോടെന്ന് പറയുന്നില്ല. അല്ല, എന്റെ കൂടെയുള്ള ആളിനോട്. അതിങ്ങനെ ഈ 12 മണി അലാം വെച്ച് 5:30 വരെ അതില്ല, പരിപാടിയില്ല. ഒരു 9 തൊട്ട് 10 മണി വരെ അതൊക്കെ ഉള്ളു, അത്രേ ഉള്ളൂ. എന്നിട്ട് അങ്ങനെ കുറെ സംസാരിക്കും. പിന്നെ ഞാൻ ഡിഗ്രി 3rd ഇയർ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നല്ലോ. ഞാൻ അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് എനിക്ക്. MSc അപ്ലൈഡ് ജിയോളജിയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ PG ചേരുന്ന സമയത്തൊക്കെ ആളവിടെ പഠിക്കില്ല, ആളവിടെ 3rd ഇയർ പഠിക്കണം. അപ്പൊ എനിക്ക് വിളിക്കാണ്ടാക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട്. എന്തോ സ്ഥിരം ഉണ്ടായിരുന്ന ഒരു സാധനം. അപ്പൊ നമ്മൾ ഡെയിലി ചോറിട്ടാണ്ടാകുമ്പോ ഒരു ഡെയിലി വിളിക്കും, കുറെ നേരം സംസാരിക്കും. പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ വിളിക്കാണ്ടൊക്കെ വരണം. അവള് വീട്ടിൽ പോയ ഫോൺ എടുക്കാൻ സമ്മതിക്കില്ല. ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വിളിക്കാണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെ നമുക്ക് തന്നെ എന്തോ ഉള്ളിലേ എന്താണ് ഇങ്ങനെ ഒരു സാധനം, ഞങ്ങൾ ഇഷ്ടമാണെന്നൊന്നും അപ്പൊ പറഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ ഞാന് അതേപോലെ അവളെ നാട്ടിൽ പോയ സമയത്ത് ഒരു ദിവസം നേരിട്ട് കണ്ടു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോറി, ഞാൻ അതിലേക്ക് അങ്ങ് ഇന്നായി പോയി. വേണ്ട എന്തിന്. അല്ല, എന്നിട്ട് അപ്പൊ അവളെ കല്യാണമൊക്കെ ആലോചിക്കുന്ന സമയമായിരുന്നു. അപ്പൊ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ജോബൊന്നും ഇല്ലല്ലോ. ഞാൻ 2nd ഇയർ PG ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ PG കംപ്ലീറ്റ് ചെയ്ത് വന്നു. കൊറോണ സമയമാണ്, എങ്ങനെയും കെട്ടണം. വീട്ടിലാണെങ്കിൽ ഭയങ്കര പ്രഷർ. അവൾക്ക് വീട്ടിൽ 6 മാസം പൂട്ടിയൊക്കെ ഇട്ടു. വീട്ടിൽ നിന്ന് പുറത്തു പോകാനും വയ്യ. എനിക്കാണെങ്കിൽ ആ സമയത്ത് ഇത് അറിഞ്ഞിട്ട് വീട്ടിൽ പിടിച്ചു. ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുപോയി. എല്ലാം കൂടി പറഞ്ഞാലേ. അങ്ങനെ കൊറോണ സമയമാണ്. ഇന്ത്യയിലാണെങ്കിൽ ഫണ്ടും ഇല്ല, കെട്ടുകയും വേണോ. ഇപ്പൊ എന്റെ ഉപ്പാട് ഞാൻ കാര്യം പറഞ്ഞപ്പോ ഉപ്പ എന്നെക്കാളും സപ്പോർട്ട്, ധൈര്യമായിട്ട് കൊണ്ടുപോടാന്നൊക്കെ. അങ്ങനെ ഉപ്പാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉപ്പ റെഡി. ഉപ്പ അവരോട് വിളിച്ച് സംസാരിച്ചു. അപ്പൊ അവരെപ്പോഴും ചോദിക്കണ ഒന്ന് ദൂരാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയാണ്, ആള് മലപ്പുറം ജില്ലയാണ്. അപ്പൊ അതിന്റെ ഒരു വിഷയമുണ്ട്. പിന്നെ എനിക്ക് ജോലി ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. അങ്ങനെ അതൊക്കെ PG കഴിഞ്ഞാൽ ഗൾഫിൽ പോകുന്നുള്ളൊരു കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചു. സംഭവം ഞാൻ ഗൾഫിലൊന്നും പോയില്ല. പിന്നീട് മ്യൂസിക്കുമ്പോ ഫുള്ളായിട്ട് നീങ്ങി. അപ്പൊ ആ സമയത്ത് കൊറോണക്ക് മലപ്പുറം സൈഡിലൊക്കെ ഇലക്ഷന് പാട്ട് പാടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇലക്ഷന് പാട്ടുകൾ പാടുന്നു. കുറച്ച് സമയം കൊണ്ട് എനിക്കൊരു 4 മാസം കൊണ്ട് കൂടുതൽ ഫണ്ട് വേണം. ഒരു 3-4 ലക്ഷം രൂപയോളം വേണം. കൊറോണ ആയാലും ഫണ്ട് വേണമല്ലോ. പിന്നെ അവിടെ പോയി നിന്നു 2-3 മാസം ഇലക്ഷന് കുറെ പാട്ട് പാടി. അവിടെ നിന്ന് കുറെ റെക്കോർഡിംഗ് ഒക്കെ ചെയ്ത് ഒരു 3-3.5 ലക്ഷം രൂപ അങ്ങനെ പ്രോഗ്രാമും റെക്കോർഡിംഗും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി. കുറച്ച് പൈസ കടവും മേടിച്ചു. കൊറോണക്ക് എന്നെ എല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ച് കല്യാണം കഴിച്ചു.
ഇതാണോ ആ മൊഞ്ചത്തി? എന്ത് ഗ്ലാമർ അല്ലേ. സൂപ്പർ ക്യൂട്ട് ഫാമിലി. അതെ. എന്നാലും നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നീ കല്യാണം കഴിച്ചല്ലോ മോനെ. നിനക്ക് ഇരിക്കട്ടെ ഒരു ഷേക്ക് ഹാൻഡ്. സൂപ്പർ. ഇനി നമുക്ക് ചോദിക്കണ്ടേ? ചോദിക്കാം. അതൊക്കെ മറന്നുപോയി. ആരോട് ആദ്യം ചോദിക്കണ്ടേ? ശരത് സാറിനോട് ചോദിക്കാം. ഓ ഫാഹിസ്, ഓ മനോഹരമായിട്ട് പാടി. താങ്ക് യു സാർ. ബ്യൂട്ടിഫുൾ ആണ്. നിനക്കൊരു ഒരു ട്രൂ റെൻഡറിങ് ഉണ്ട്. അതാണ് വേണ്ടത്. ഒരു ആർട്ടിഫിഷ്യാലിറ്റിയും തോന്നിയില്ല. നന്നായിട്ട് പാടി. താങ്ക് യു സാർ. കേട്ടോ. എന്തൊക്കെയാലും ഫാഹിസിന്റെ വൈഫിനെയും കുഞ്ഞിനെയും കണ്ടതിനും കുറേ സന്തോഷം. ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിക്കും. അതെ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. ഫായിസേ, ഓ നന്നായിട്ട് പാടി. താങ്ക് യു. എനിക്ക് ഫീൽ ചെയ്തത് ഒരു ഭയങ്കര ഒരു നാച്ചുറൽ സംഭവമുണ്ട് ഫായിസ് പാടുന്നതിൽ. ആ സോങ്ങിന് ഫായിസ് കൊടുക്കുന്ന ഒരു നാച്ചുറൽ ടച്ച് ഉണ്ട്, ഒരു ഹ്യൂമെയിൻ സംഭവം. അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു പേഴ്സണൽ പിന്നെ കണക്ട് ഫീൽ ചെയ്യുന്ന പോലെ ഉണ്ട്. അത് കീപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. താങ്ക് യു. കൂടുതൽ ടെക്നിക്കാലിറ്റിയിലേക്ക് പോവാതിരിക്കുക കേട്ടോ. അത്രേ ഉള്ളൂടാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ചേച്ചി. ഫാഹിസ്. ഓ ഫാഹിസിന്റെ വോയിസ് അടിപൊളി. താങ്ക് യു. എന്തായാലും ഇത്രയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ഞാൻ ഇന്ന ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കും, ഞാൻ ഇങ്ങനെ അധ്വാനിച്ച് ഞാൻ ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ അത് ചെയ്ത ആളാണ്. അതെ. അപ്പൊ അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അത് അവിടുത്തെ ആ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു വോയിസും കൂടെ കിട്ടിയത്. അതുകൊണ്ട് മനോഹരമാവട്ടെ. ഫ്യൂച്ചർ മാക്സിമം ഔട്ട്പുട്ട് ഈ വേദിയിൽ കൊണ്ടുവരും. ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു വേദി ഒരു ചന്ദനമണി വാതിലാണ്. അതങ്ങ് ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റി ആയി മാറട്ടെ ലൈഫിലെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. ഓക്കെ ഫായിസ്, നമുക്കിനി മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഷാനിക്ക. 8.3. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ശരത് സർ. ഞാൻ ഫാഹിസിന് 8.5 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ചേച്ചി. 8.6. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 25.4.